താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരുടെ കൂട്ടത്തല്ലിൽ കൊല്ലപ്പെട്ട ഷഹബാസിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. സംസ്കാര ചടങ്ങുകൾ കെടാവൂർ ജുമാ മസ്ജിദിൽ നടന്നു. നൂറുകണക്കിന് പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. വാർത്തയുടെ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഒരു നാടൊന്നാകെ ഷഹബാസിന് അന്ത്യയാത്രയേകുന്ന നിമിഷങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. സഹപാഠികൾ എല്ലാം, കൂട്ടുകാർ എല്ലാം വലിയ ഹൃദയവേദനയോടെയാണ് ഷഹബാസിന് കണ്ണീർ പ്രണാമം അർപ്പിച്ചത്. വിവരങ്ങൾ. നിലിമ, വളരെ വികാരനിർഭരമായ നിമിഷത്തിലൂടെ തന്നെയായിരുന്നു ഈ ഷഹബാസിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞത് എന്ന് തന്നെ പറയാം. അതിൽ സുഹൃത്തുക്കളെല്ലാം കൂടി അവസാനം ഈ കിടവൂരിലെ ജുമാ മസ്ജിദ് മദ്രസയിൽ പൊതുദർശനത്തിന് ഈ ഷഹബാസിന്റെ മൃതദേഹം വെച്ചപ്പോൾ സുഹൃത്തുക്കളൊക്കെ തന്നെയും ഷഹബാസെ കൊന്നുകളഞ്ഞല്ലോടാ എന്ന് വിളിച്ച് അലറിക്കരഞ്ഞ ആ വാക്കുകൾ ഇപ്പോഴും കാതുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം വളരെ വൈകാരികമായ ഒരു നിമിഷത്തിൽ കൂടി തന്നെയാണ് കടന്നുപോയിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ ഖബർസ്ഥാനിൽ പൂർത്തിയായി. വലിയൊരു വേദന തന്നെയാണ് ആ കുടുംബത്തിനും ആ നാടിനും ഒന്നാകെയുള്ളത്. അതുകൂടാതെ വലിയൊരു ആശങ്കയും ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി വിദ്യാലയങ്ങളിലേക്ക് അയക്കുക എന്ന ആശങ്കയും അവിടെ കൂടി നിന്ന രക്ഷിതാക്കളിലും ഈ വാർത്ത കേട്ട കേരളത്തിലെ മൊത്തം ആളുകളിലും ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് നേർസാക്ഷ്യം. നൂറുകണക്കിന് ആളുകളാണ് ഷഹബാസിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയത്. 3 മണിയോടെ ചുങ്കത്തെ വീട്ടിലേക്ക് മൃതദേഹം എത്തി. പിന്നീട് അവിടെ നിന്ന് ചുങ്കൻ ടൗൺ ജുമാ മസ്ജിദിലേക്ക് മൃതദേഹം മയ്യത്ത് നമസ്കാരത്തിനായി കൊണ്ടുപോയി. അവിടെ നിന്നാണ് ഈ കിടവൂരിലെ ജുമാ മസ്ജിദ് മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ചത്. അവിടെയാണ് ഈ ഷഹബാസിന്റെ കൂട്ടുകാർ, സഹപാഠികൾ, ഒരുമിച്ചിരുന്ന് പഠിച്ച സഹപാഠികൾ അവനെ അവസാന ഒരു നോക്ക് കാണുവാനെത്തിയത്. ആ ഒരു നോക്ക് കാണുവാനെത്തി അവിടെ വലിയ രീതിയിൽ ഈ വിദ്യാർത്ഥികൾ കൂട്ടമായി പൊട്ടിക്കരഞ്ഞു. പിന്നീട് അവരെ ആളുകൾ ബലപ്രയോഗത്തിലൂടെ മാറ്റുകയായിരുന്നു. അതിലൊരു വിദ്യാർത്ഥി പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ കൊന്നു കളഞ്ഞല്ലോടാ എന്ന് പറഞ്ഞ് അലറി നിലവിളിക്കുകയായിരുന്നു ഈ സുഹൃത്തുക്കളൊക്കെ. ഷഹബാസിന്റെ ബാപ്പയെ ഉൾപ്പെടെ താങ്ങിക്കൊണ്ടാണ് ഈ പൊതുദർശനത്തിലേക്കും പള്ളിയിലേക്കും ഒക്കെ തന്നെയും കൊണ്ടുവന്നത്. നമുക്കറിയാം, ഷഹബാസ് വീട്ടിലെ മൂത്ത പുത്രനാണ്. ഷഹബാസിന്റെ ഇളയ അനിയൻ, ഷഹബാസിന് താഴെ 3 അനിയന്മാരുണ്ട്. ഇളയ അനിയൻ 1 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഷഹബാസിന്റെ വീട് പണിയുടെ ഭാഗമായാണ് അവർ മറ്റൊരു വാടക വീട്ടിലേക്ക്, തറവാട്ട് വീടിൽ നിന്നും മാറി താമസിച്ചത്. ഈ നോമ്പ് കഴിയുന്ന ആ സമയത്ത് ഈ വീടിന്റെ പണിയൊക്കെ പൂർത്തിയാക്കി ആ പുതിയ വീട്ടിലേക്ക് കയറണം എന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ആ കുടുംബത്തിനുണ്ടായത്. സാധാരണക്കാരായ കുടുംബത്തിലെ പ്രതീക്ഷയോടെ വളർത്തിയ മാതാപിതാക്കൾ പ്രതീക്ഷയോട് വളർത്തിയ ഒരു പുത്രനെയാണ് ഇത്തരത്തിൽ മാരകമായി മുറിവേൽപ്പിച്ച മരണത്തിന് ഇരയാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കണ്ടതാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഷഹബാസിന് യാത്രാമൊഴി ചൊല്ലുവാൻ വീടുകളിലും താമരശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും എത്തിയത്. നീലിമ, വികാരനിർഭരമായ യാത്രയായി ഷഹബാസിന് ജന്മനാട് നൽകിയത്. വിവരങ്ങളാണ് ദിസ്ന പങ്കുവച്ചത്.